നമ്മളിപ്പോൾ ഉള്ളതേ ആനച്ചാലാണ് കേട്ടോ. നമ്മളൊരു അടിപൊളി കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നട്ടുച്ച സമയത്താണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. ആ നട്ടുച്ചക്കും അതിനകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നേ. സത്യത്തിൽ എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീ പറയണുണ്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, നമ്മളോട് പൈസയും വാങ്ങിയിട്ട് അവരുടെ പുലിക്ക് തീറ്റയായിട്ടാണ് നമ്മളെ പറഞ്ഞു വിട്ടേക്കണേന്ന് കേട്ടോ. ഇതിനകത്തൊക്കെ വല്ല പുലി ഇരുന്നാൽ പോലും അറിയത്തില്ല. പിന്നെ പോണ വഴിക്കെല്ലാം കാടിനകത്ത് ഇതുപോലെ കല്ലെല്ലാം കൂട്ടി എന്തൊക്കെ അടയാളങ്ങളാണോ വല്ലതും ഉണ്ടാക്കി വെച്ചിരുന്നതാണോ പണ്ട് കാലത്തെ എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല അതിനെപ്പറ്റി. അങ്ങനെ കുറേ സാധനങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റണുണ്ടായിരുന്നു. ഇവരുടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു പണ്ട് കാലത്തെ ഇവരുടെ ഗ്രാമമല്ലായിരുന്നായിരിക്കും. അങ്ങനെ അതിൽ കൂടി കുറേ ദൂരം നടന്നതിന് ശേഷം നമുക്ക് വെളിച്ചം കാണാൻ പറ്റണുണ്ടായി കേട്ടോ. പിന്നെ നമ്മളപ്പോൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി ആ വെളിച്ചത്തിലോട്ട് ഓടിയെത്തി. നമ്മളെ കാത്തിരുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറം വേറൊരു ലോകം തന്നെയായിരുന്നു കേട്ടോ. പഴയ കാലത്തോട്ട് എത്തിപ്പെട്ടൊരു ഫീലായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ. പിന്നെ അവിടെ കുറേ ബോർഡൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ കാണുന്നതാണ് കേട്ടോ മുനിയറ എന്ന് പറയുന്നത്. ശിലായുഗ കാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണ് ഈ മുനിയറകൾ എന്നാണ് ആദിവാസികൾക്കിടയിൽ പറയുന്നത് കേട്ടോ. അതല്ല, പണ്ട് മഹർഷിമാർ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടേ. കൂടാതെ അക്കാലത്തെ ആഭരണങ്ങളും ആയുധങ്ങളും എല്ലാം മൺകുടങ്ങളിലാക്കിയിട്ട് ഇതിൻ്റെ പരിസരത്ത് നിന്ന് ഉള്ളതായിട്ടും പറയുന്നുണ്ട് കേട്ടോ. പ്രധാനമായും ഇവിടെ നിന്നൊക്കെയാണ് പൊട്ടിച്ചേക്കുന്നതെന്ന് തോന്നുന്നത്. നമ്മൾ ഈ നിൽക്കുന്നിടത്തു നിന്നൊക്കെ ആ പാളികൾ ഇങ്ങനെ അടർത്തിയെടുത്തതായിട്ട് കാണാം കേട്ടോ. പാറ അത് എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരത് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരിക്കണേ. ഇത്തെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം നമ്മൾ നേരെ മാങ്കുളത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് കേട്ടോ. കൊടും കാട്ടിലൂടെ നട്ടപ്പാതിരക്ക് 2 വീലറിൽ നമ്മൾ പോണ വഴിക്കെല്ലാം മൃഗങ്ങളും എല്ലാം ഉള്ള വലിയ കാടാണേ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത്ര റിസ്ക് എടുത്തേ നമ്മൾ ഈ രാത്രിക്ക് മാങ്കുളത്തെത്തുന്നത് വലിയൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പോകുമ്പം നമുക്ക് ഉറപ്പൊന്നുമില്ല അവിടെ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് വേണ്ടിയിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം തീവ്രമായിട്ട് അങ്ങോട്ട് ആഗ്രഹിച്ചാലേ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതിന് തെളിവായിരുന്നു അത്. മൂന്നാറ് പോകണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ഇത്. ഒരാനയെങ്കിലും കാണാൻ പറ്റണേ എന്നായിരുന്നു എൻ്റെ വിചാരം കേട്ടോ. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴേക്കും 22 ആന ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അതിനകത്ത് കുഞ്ഞാനകളും അമ്മയാനകളും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അവരതിനിടയ്ക്ക് വഴക്കുണ്ടാക്കണതും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ ആനകളും ഇതിൻ്റെ നേരെ അക്കരെ കാടാണ് കേട്ടോ. ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരണതാണ്. നമ്മളിത്ര തൊട്ടടുത്തിരുന്നിട്ടാണ് നമ്മൾ ഈ കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ടും അങ്ങ് മതിയാവണില്ല കേട്ടോ. പിന്നെ എന്നെ ശ്രീ വീട്ടിൽ പോകണ്ടേ, നേരം പോകുമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോരുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കണ്ടാലും നമുക്ക് മതിയാവില്ല. ഭയങ്കര രസമാണ് നോക്കി ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. സമയം ഏതാണ്ട് 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ പുറപ്പെട്ടാലേ നമുക്ക് വെളുപ്പിന് 3 മണിയോടെയൊക്കെ നമുക്ക് വീട്ടിലെത്താൻ പറ്റുമായിരിക്കും. അതും കാട് വഴി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്, നേരിമംഗലം വഴിയേ. ഞങ്ങളിപ്പോൾ മാങ്കുളത്താണുള്ളത്. മാങ്കുളത്ത് ആനക്കുളത്ത് കുറേ ആനകൾ വന്നിട്ടുണ്ട്. 10-22 ആനകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര അഡ്വഞ്ചർ വെർഷനിലാണ്. ഞങ്ങളിപ്പം വട്ടവടയിൽ നിന്ന് രാത്രി ഇറങ്ങി ട്രൈ ചെയ്ത് 2 വീലറിന് ലക്ഷ്മി വഴി കാട് വഴി വന്ന് ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് രാത്രിയിൽ ഇറങ്ങിയിട്ട് നേരം വിളക്ക് വീട്ടിൽ ചെല്ലും. അപ്പോൾ ഭയങ്കര അഡ്വഞ്ചർ ട്രിപ്പിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഉള്ളത് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാങ്കുളം. പ്രത്യേകം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ ബൈ. ഓക്കെ, സി യു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.